ചോദ്യത്തിന് പണ്ട് ബ്രിട്ടീഷ് മാധ്യമമായ ദ ഒബ്സർവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓടുമ്പോൾ എംബാപ്പയ്ക്കും ഉരുളുമ്പോൾ നെയ്മറിനുമാണ് കൂടുതൽ വേഗത. അന്ന് വിശദീകരണം ചോദിച്ചെത്തിയ വിമർശകരോട് ഞങ്ങൾ പറഞ്ഞത് കണക്കാണെന്ന് ചൂണ്ടിക്കാട്ടി ഒബ്സർവർ തടി തപ്പി. 4 തവണ വാരിയലുകൾ പൊട്ടി 29 ദിവസം അത്യാസന്ന നിലയിൽ. തുടയിലെ ഇന്നർ മസിൽ വരിഞ്ഞുമുറുകി കാലനക്കാൻ പറ്റാതെ 68 ദിവസം ആശുപത്രി കിടക്കയിൽ. ഇടതുകാലിന്റെ ആംഗിൾ തെറ്റി സർജറിക്ക് വിധേയമായ ആശുപത്രിയിൽ ചിലവിട്ടത് 212 ദിവസം. ഒടുവിലിപ്പോൾ കാൽമുട്ടിലെ ലിഗമെന്റിലുണ്ടായ പൊട്ടൽ കാരണം ഗ്രൗണ്ടിനോട് വിട പറയേണ്ടത് 194 ദിവസം. കഴിഞ്ഞ 3 കൊല്ലമായി ഒരു ബ്രസീലിയൻ ഫുട്ബോളറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ പരിക്കുകളുടെ കണക്കാണിത്. എന്തിനേയും ഒരു വർഷം നോക്കി മാത്രം വിലയിരുത്തുന്ന മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ കണക്കുകൾ കണ്ടില്ലായിരിക്കാം. എന്നാൽ ചോദ്യത്തിന് പണ്ട് ബ്രിട്ടീഷ് മാധ്യമമായ ദ ഒബ്സർവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓടുമ്പോൾ എംബാപ്പയ്ക്കും ഉരുളുമ്പോൾ നെയ്മറിനുമാണ് കൂടുതൽ വേഗത. അന്ന് വിശദീകരണം ചോദിച്ചെത്തിയ വിമർശകരോട് ഞങ്ങൾ പറഞ്ഞത് കണക്കാണെന്ന് ചൂണ്ടിക്കാട്ടി ഒബ്സർവർ തടി തപ്പി. 4 തവണ വാരിയലുകൾ പൊട്ടി 29 ദിവസം അത്യാസന്ന നിലയിൽ. തുടയിലെ ഇന്നർ മസിൽ വരിഞ്ഞുമുറുകി കാലനക്കാൻ പറ്റാതെ 68 ദിവസം ആശുപത്രി കിടക്കയിൽ. ഇടതുകാലിന്റെ ആംഗിൾ തെറ്റി സർജറിക്ക് വിധേയമായ ആശുപത്രിയിൽ ചിലവിട്ടത് 212 ദിവസം. ഒടുവിലിപ്പോൾ കാൽമുട്ടിലെ ലിഗമെന്റിലുണ്ടായ പൊട്ടൽ കാരണം ഗ്രൗണ്ടിനോട് വിട പറയേണ്ടത് 194 ദിവസം. കഴിഞ്ഞ 3 കൊല്ലമായി ഒരു ബ്രസീലിയൻ ഫുട്ബോളറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ പരിക്കുകളുടെ കണക്കാണിത്. എന്തിനേയും ഒരു വർഷം നോക്കി മാത്രം വിലയിരുത്തുന്ന മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ കണക്കുകൾ കണ്ടില്ലായിരിക്കാം.